നമസ്കാരം. എമ്പുരാൻ ബഹളങ്ങൾക്കിടയിൽ കേരളം വിട്ടുപോയ സുപ്രധാനമായൊരു വാർത്തയുണ്ട്. ഗാസയിൽ ഹമാസിനെതിരെ ഗാസ നിവാസികൾ നടത്തിയ പടുകൂറ്റൻ പ്രകടനമാണത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ലോകത്തിൻ്റെ നാനാഭാഗത്ത്, കേരളത്തിൽ ഉൾപ്പെടെ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമാണ്. എന്നാൽ ഫലസ്തീൻ ജനത ഒരുമിച്ച് ഹമാസിനെതിരെ ഗസയിൽ രംഗത്ത് വന്നു എന്നത് ശ്രദ്ധേയമായ വാർത്തയാണ്. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ദീപിക ദിനപത്രവും മറുനാടനും മാത്രമാണ് ഇത് വിളിച്ചു പറയുന്നത്. ബാക്കി എല്ലാവരും ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഫലസ്തീൻ ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി ആഘോഷിക്കുകയാണ്, പ്രത്യേകിച്ച് മീഡിയ വൺ എന്ന ചാനൽ. എന്നാൽ ഫലസ്തീനിലെ ജനത അടിമകളെ പോലെ ഹമാസിനെ ഭയന്നാണ് ഇതുവരെ കഴിഞ്ഞിരുന്നതെന്നും ആ ജനതയെ ഇല്ലാതാക്കുക എന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ഹമാസ് എന്ന ഭീകര സംഘടന നടത്തുന്ന വൃത്തികേടാണ് ഫലസ്തീനികൾ അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ കാരണമെന്നും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പണ്ടേ അവർക്കറിയാം. അവർ അത് തുറന്നു പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഫലസ്തീൻ ജനതയുടെ കണ്ണുനീര് വിറ്റുകൊണ്ട് ഇസ്രായേലിനെയും ജൂതന്മാരെയും ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനത്തെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും മഹത്തായ സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നത്. ഫലസ്തീനികൾക്ക് വേണ്ടാത്ത ഭീകരരെയാണ് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. കേരളത്തിൽ നടന്നതുപോലെ ഫലസ്തീനികളുടെ പേരിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് മറ്റൊരിടത്തും സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നിട്ടുണ്ടാവില്ല. അമേരിക്കയിൽ അത്തരം പ്രക്ഷോഭം നടത്തിയവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് ട്രംപ് പുറത്താക്കുകയാണ്. ഇന്ത്യയിൽ നിന്നടക്കം പഠിക്കാൻ പോയിട്ട് ഇവിടുത്തെ കുരുത്തക്കേട് അവിടെ ചെന്ന് കാട്ടിയവർ ഇപ്പോൾ കൈവിലങ്ങ് വെച്ച് നാട് കടത്തപ്പെടുന്നു. ലേബർ പാർട്ടി ഭരിക്കുന്ന ബ്രിട്ടനിൽ പോലും അതിശക്തമായ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതിനിടയിലാണ് ഹമാസിനെതിരെ ഫലസ്തീൻ ജനത അതിശക്തമായി രംഗത്ത് വരുന്നു എന്ന വാർത്ത കൂടി നമ്മൾ കേൾക്കുന്നത്. ഫലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് സകല മനുഷ്യരും, ഹമാസിനൊപ്പമല്ല. ഫലസ്തീനിലെ ജനത ദുരിതമനുഭവിക്കേണ്ടവരല്ല. അവരുടെ ജന്മനാട്ടിൽ സ്വാതന്ത്ര്യത്തോടെ സൗകര്യങ്ങളോടെ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ്. അവരുടെ അവകാശം തടസ്സപ്പെടുത്തുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് എന്നത് ഉറക്കെ പറയാത്തിടത്തോളം കാലം ആ ജനതയ്ക്ക് സമാധാനമുണ്ടാവില്ല. അത് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല, സൗദി അറേബ്യയും UAEയും പോലുമാണ്. എന്നാൽ ഇവിടെ കുറച്ചുപേർ ഇസ്രായേലിന്റെ പതാക കത്തിച്ചുകൊണ്ട് ആവേശം കാണിക്കുന്നു. ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണ് ഇസ്രായേൽ എന്നോർക്കണം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പതാക കൊച്ചിയിൽ വെച്ച് കത്തിക്കുകയും ഇസ്രായേൽ ഗോബായ്ക്ക് എന്ന് വിളിക്കുകയും ചെയ്ത രാജ്യവിരുദ്ധനാണ് നമ്മുടെ നാട്ടിലെ ഹമാസ് സ്നേഹികൾ. ഈ ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെ ഫലസ്തീൻ ജനത രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ സകല മാധ്യമങ്ങളും മൗനം പാലിച്ചു. ഇവിടെയുള്ള മാധ്യമങ്ങൾ ഫലസ്തീന്റെ പേരിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ, അങ്ങനെ അല്ലെങ്കിൽ അവരുടെ സർക്കുലേഷനെ ബാധിക്കുമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ അവരത് അറിഞ്ഞില്ലെന്ന് നടിച്ചു. ഈ പരമ്പരാഗത മാധ്യമങ്ങളുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുകയാണ് ദീപിക ദിനപത്രം. ആദ്യം മുതൽ ദീപിക ദിനപത്രം ഹമാസിനെ ഭീകര സംഘടനയായി കരുതിക്കൊണ്ട് തന്നെ കടുത്ത നിലപാടാണ് എടുക്കുന്നത്. ഹമാസിന്റെ കാര്യത്തിൽ മാത്രമല്ല, വഖഫ് വിഷയത്തിലും ദീപിക എടുക്കുന്നത് ജനങ്ങൾക്കൊപ്പമുള്ള നിലപാടാണ്. ദീപികയ്ക്ക് BJP ബാന്ധവമൊന്നുമില്ല. പക്ഷെ സത്യം പറയാൻ അവരാരെയും ഭയപ്പെടുന്നില്ല. അതേപോലെ ഹമാസിനെതിരെ ഫലസ്തീനികൾ നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ച് അതിശക്തമായ ഒരു എഡിറ്റോറിയലുമായി ദീപിക രംഗത്ത് വന്നിരിക്കുന്നു. ദീപികയുടെ എഡിറ്റോറിയൽ ഇങ്ങനെയാണ്: ലൂസിഫറാണ്, തമ്പുരാനല്ല. പതിവില്ലാത്തൊരു പ്രതിഷേധ പ്രകടനമാണ് ഗാസയിൽ പലസ്തീൻകാർ ചൊവ്വാഴ്ച നടത്തിയത്. ഹമാസ് തീവ്രവാദികളാണെന്നും കടക്കൂ പുറത്തെന്നുമാണ് പലസ്തീൻ ജനത പച്ചയ്ക്ക് പറഞ്ഞത്. കേരളത്തിൽ അത് പറഞ്ഞാലുള്ള പൊല്ലാപ്പ് അറിയാമല്ലോ. പലസ്തീൻ വിമോചനമല്ല, ക്രൈസ്തവരെയും യഹൂദരെയും ലോകത്തെവിടെ നിന്നും ഉന്മൂലനം ചെയ്യുകയാണ് തങ്ങളുടെ അന്തിമ ലക്ഷ്യമെന്ന് തെളിച്ചു പറഞ്ഞിട്ടുള്ള വംശീയ തീവ്രവാദ പ്രസ്ഥാനമായ ഹമാസിനെ വിമോചന പോരാളികളെ ചിത്രീകരിക്കുന്നവർ കേരളത്തിലായാലും അങ്ങനെ തന്നെ തുടരട്ടെ. കാരണം അത്തരം വോട്ട് രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ശിരസ് മുക്കിപ്പിടിച്ചിരിക്കുന്ന പാർട്ടികളെ ഇത്തരം നിലപാടുകളിലൂടെ മലയാളികളുടെ മസ്തിഷ്ക പ്രക്ഷാപനം നടത്തിയ മാധ്യമങ്ങളെയും തിരുത്താൻ ഫലസ്തീൻ ജനതയ്ക്കും എളുപ്പമല്ല. അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷെ തീവ്രവാദത്തെയാണ് എതിർക്കുന്നതെങ്കിൽ അതിനെ തീവ്രവാദമെന്ന് തന്നെ വിളിക്കണം. ലൂസിഫറിനെ തമ്പുരാനെന്ന് വിളിക്കരുത്. സിക്കുമൂർ അത്തുവൃക്ഷങ്ങളുടെ നാടായ ബെയ്ത്ലാഹിയ പട്ടണത്തിൽ നടന്ന മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഹമാസിനെ എതിർത്ത് അവിടെ ഒരു പ്രകടനം നടത്തുന്നത് ജീവഹാനിക്ക് വരെ ഇടയാക്കുമെങ്കിലും സാമൂഹ്യ മാധ്യമമായ ടെലിഗ്രാം വഴി സന്ദേശങ്ങൾ കൈമാറിയ പലസ്തീനികൾ അതിവേഗം ഒത്തുചേർന്നെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രകടനക്കാർ ഹമാസിനെ തീവ്രവാദികൾ എന്നാണ് വളച്ചുകെട്ടില്ലാതെ വിളിച്ചത്. ഔട്ട് ഔട്ട്, ഹമാസ് ഔട്ട് എന്നായിരുന്നു മുദ്രാവാക്യം. ഹമാസിന്റെ ഭരണം മടുത്തു, ഹമാസ് പുറത്തു പോകൂ, യുദ്ധം മതിയായി, ഭക്ഷണം വേണം, വെള്ളം വേണം,
ഞങ്ങൾക്ക് സമാധാനം വേണം എന്നിങ്ങനെയാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഹമാസ് തീവ്രവാദികൾ പ്രകടനക്കാരെ ആക്രമിക്കുകയും തല്ലിയോടിക്കുകയും ചെയ്തു. ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലി സേന ബെയ്ത് ലാഹാലി ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഹമാസ് വിരുദ്ധ പ്രകടനങ്ങൾ ഉണ്ടായത്. 2007 മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെതിരെ പലസ്തീൻ ജനത മുമ്പും പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമാണ്. പലസ്തീനികളുടെ ദുരിത ജീവിതം ചൂണ്ടിക്കാട്ടി ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം ലഭിക്കുന്ന പണം ഹമാസ് ഭീകരർ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഗാസയിലുടനീളം തുരങ്കം നിർമ്മിക്കാനും സ്വദേശത്തും വിദേശത്തും ആഡംബര ജീവിതത്തിനുമായാണ് ഉപയോഗിക്കുന്നതെന്ന് പലസ്തീനികൾ മുമ്പ് ആരോപിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ രക്ഷയ്ക്കായി ഹമാസ് ഗാസയിൽ നിന്ന് ഒഴിയണമെന്ന് ഫത്താഹ് ചെയർമാനും പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റുമായ മെഹമ്മൂദ് അബ്ബാസ് കഴിഞ്ഞ ശനിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു. ഹമാസിനെതിരെ പ്രകടനം നടത്തുന്നത് ഗാസയിൽ മരണം വിളിച്ചു വരുത്തുന്നതാണ്. പക്ഷേ എതിർത്താലും ഇല്ലെങ്കിലും കൊല്ലപ്പെടാനുള്ള സാധ്യത ഏറിയതോടെയാണ് ഗതികെട്ട ജനങ്ങൾ തെരുവിലിറങ്ങിയത്. വെടിനിർത്തൽ കരാർ താറുമാറായതോടെ വീണ്ടും ആരംഭിച്ച ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കാനാകില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയത്. 1200-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 251 പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തു. ദിവസങ്ങൾക്കകം ഇസ്രായേൽ തുടങ്ങിയ നിഷ്ഠൂരമായ തിരിച്ചടിയിൽ ഇതിനകം 50,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഹമാസിനെ സഹായിക്കാനെത്തിയ അയൽ രാജ്യങ്ങളിലെ ഭീകര പ്രസ്ഥാനങ്ങളെയും ഇസ്രായേൽ അടിച്ചൊതുക്കി. ബന്ദികളെ വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ച ഹമാസ് യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണ്. ക്രൈസ്തവർക്കൊപ്പം തങ്ങളെയും ഉന്മൂലനം ചെയ്യുകയാണ് ഹമാസിന്റെ ലക്ഷ്യമെന്നറിയാവുന്ന ഇസ്രായേൽ തീവ്രവാദികളെ അയലത്ത് പാർപ്പിക്കാൻ സമ്മതിക്കില്ലെന്നതാണ് വസ്തുത. നിരാഷ്ട്രവാദം മാത്രമാണ് പരിഹാരം. പക്ഷെ ഒരിക്കലും അതിന് തയ്യാറായിരുന്ന ഇസ്രായേൽ അതേ അതിർത്തി നിർണയം ഇപ്പോൾ സമ്മതിക്കാനുമിടയില്ല. ഹമാസിനെ ഒഴിവാക്കിയല്ലാതെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത മങ്ങിക്കഴിഞ്ഞു. ലോകത്തെവിടെ മനുഷ്യർ അപമാനിതരാകുകയോ കൊല്ലപ്പെടുകയോ ചെയ്താലും മതവംശ വ്യത്യാസമില്ലാതെ വേദനിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ഗാസയിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെയും വേറിട്ട് കാണാനാവില്ല. മോർച്ചറികളിലെ കുഞ്ഞു ശരീരങ്ങൾ നെഞ്ചൊലിക്കുന്ന കാഴ്ചയാണ്. സിറിയയിലും നൈജീരിയയിലും അർമേനിയയിലും യമനിലും ഇറാഖിലും ഇറാനിലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉൾപ്പെടെ ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുക്കുകയും മാനഭംഗപ്പെടുത്തുകയും സ്വന്തം വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും തല്ലിയോടിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവരെ പോലെ ഇസ്ലാമിക സ്റ്റേറ്റും അൽഖ്വയ്ദയും താലിബാനും ബോക്കോ ഹറാമും മുസ്ലിം ബ്രദർഹുഡും പോലെ ഹമാസും ഹിസ്ബുള്ളയും എതിർക്കപ്പെടണം. തന്റെ വംശം മാത്രം ഭൂമുഖത്ത് അവശേഷിച്ചാൽ മതിയെന്ന ഹിറ്റ്ലറുടെ വംശവരിയുടെ വ്യാപനത്തിലാണ് ഇസ്ലാമിക ഭീകരർ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനെ വിമോചന പോരാട്ടമാക്കുന്നവർ കേരളത്തിലായാലും ഫാസിസത്തിന് വളമിടുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ സജീവമാണ്. അവരും അവരുടെ വലയിൽ വീണവരും ഇന്ത്യയിലും വിദേശങ്ങളിലും ഇരുന്ന് യൂട്യൂബുകളിലൂടെ ഹമാസിനെ ന്യായീകരിക്കുകയും വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ലോകത്ത് ഏറ്റവും അധികം മതപീഡനം നടത്തുന്ന ഇസ്ലാമിക രാജ്യങ്ങളെയോ ഇരകളായ ക്രൈസ്തവരെയോ ഇവർ തിരിഞ്ഞു നോക്കില്ല. ഇരട്ടത്താപ്പിന്റെ കുടിയേറ്റ ഭൂപടം കൂടി കാണേണ്ടതാണ്. അതായത് ഇവരാരും തീവ്രവാദികൾ ഭരിക്കുന്ന ശരീഅത്ത് ഭരണമുള്ള രാജ്യങ്ങളിൽ ജീവിക്കാൻ തല്ലിക്കൊന്നാലും പോകില്ല. വിസ്മയ രാജ്യങ്ങളായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും സൊമാലിയയിലും നൈജീരിയയിലും യമനിലുമൊന്നും കുടിയേറേണ്ട. വലതുപക്ഷ മുതലാളിത്ത ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ മതി. എന്തിന് ഇസ്രായേലിലേക്കാണോ ഗാസയിലേക്കാണോ വിസ വേണ്ടതെന്ന് കേരളത്തിലെ ഹമാസ് ആരാധകരോട് ചോദിച്ചു നോക്കൂ. CPM-ലും കോൺഗ്രസിലുമൊക്കെ ഹമാസിന് വേണ്ടി ചോര തിളപ്പിക്കുന്നവരോട് മക്കളെ വിദേശ പഠനത്തിന് വിട്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചോളൂ. ഇരട്ടത്താപ്പിന്റെ ഈ രാഷ്ട്രീയം തുറന്നു കാണിക്കേണ്ടതുണ്ട്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഇതാണ് ജനാധിപത്യത്തിന് മേലുള്ള തീവ്രവാദ അധിനിവേശം. ഈ ലൂസഫറിനെ തമ്പുരാൻ എന്ന് വിളിക്കരുത്. ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ ദീപിക ഇവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. മീഡിയ വണിലെ ദാവൂദുമാരുടെ കണ്ണു തുറപ്പിക്കാൻ ഇതൊന്നും മതിയായെന്ന് വരില്ല.